ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മക്കൾ ഗ്രാജുവേറ്റഡ് ആണ് സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റാണ് കേരളം. കഴിഞ്ഞ 4 വർഷമായിട്ട് ആ സ്റ്റേറ്റിൽ ഗ്രാജുവേറ്റഡ് ആയ കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറവാണ്, അഥവാ ജോലി ഇല്ലാത്ത അവസ്ഥ. എന്തിനാണ് 10ാം ക്ലാസ്സിലെത്തി അല്ലെങ്കിൽ +2 എൻ്റെ മക്കളോട് ഇത് പറഞ്ഞതല്ലേ? ഹായ് മക്കളെ, സൈലത്തിൽ നിന്നും അമീൻ സാറാണ്. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടാവില്ലല്ലേ? ഇനി ഡ്രീം ഉണ്ടെങ്കിലും ആ ഡ്രീമിൽ ഏത് റൂട്ടിൽ പോകണമെന്നറിയാം, അല്ലെങ്കിൽ എന്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ എൻ്റെ ജോലി അടിപൊളിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എത്ര ഗ്രോ അപ്പ് ഉണ്ടാവും എന്നറിയോ? ഒരുപാട് മക്കൾക്ക് ഡൗട്ടാണ്. ഞാനൊരു സ്ഥാപനത്തെ കുറിച്ച് ചോദിക്കട്ടെ. നിങ്ങൾ NID എന്ന് പറഞ്ഞ സ്ഥാപനം കേട്ടിട്ടുണ്ടോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്. NIT IIT എന്നല്ല, നൈസർ എന്ന് പറഞ്ഞ സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളാകെ കേട്ട കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമാണ്. മക്കളെ, ഇവിടെ വലിയ സാധ്യതകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ മക്കൾ നിൽക്കുന്നത്. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും പഠിക്കാനില്ലല്ലോ, 6 മാസം കഴിഞ്ഞില്ല ക്ലാസ് തുടങ്ങാമെന്നൊക്കെ ഒരുപാട് മക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യമാണ്, 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, 6 മാസം കഴിഞ്ഞ് എൻ്റെ മക്കൾ ക്ലാസ്സിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ എത്തേണ്ടിടത്തല്ല നമ്മളെ കൂടെ ഉള്ളവരെത്തുക. പല മക്കളും 6ാം ക്ലാസ്സിന് മുതലേ ഡ്രീം കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം എന്തുകൊണ്ടാണ് നേരത്തെ ഗ്രാജുവേറ്റഡ് ആയ മക്കൾക്ക് ജോലി കിട്ടാതെ പോയെന്നറിയോ? അവർ ഗ്രാജുവേറ്റഡ് ആയി, അവരെങ്ങനെയാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് എന്ത് ചെയ്ത് കുറേ ആൾക്കാർക്ക് അറിയാത്ത പ്രശ്നം വന്നത്. സ്കില്ലുണ്ടോ മക്കളെ, നന്നായിട്ട് അറിവുണ്ടോ, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടും. മക്കളെ, 10ാം ക്ലാസ് എത്തി, നമുക്ക് ഇനിയുള്ള തീയതികൾ നമുക്ക് ഒഴിവാണ്. ഇപ്പം തന്നെ എൻ്റെ മക്കൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മുൻപന്തിയിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്ക് വാങ്ങാൻ പറ്റും. അതിന് ആദ്യമേ തുടങ്ങണം. ആദ്യമേ ഓടിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളും എല്ലാം അടിപൊളിയാക്കാൻ പറ്റും. ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ആദ്യം വേണ്ടത് +1 കിടിലമാക്കുക എന്നുള്ളതാണ്. മക്കളെ, നിങ്ങൾ സയൻസ് എടുക്കാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു, ആദ്യമേ പഠിച്ചു കൊടുക്കുക. എൻ്റെ മക്കൾ കൃത്യമായിട്ട് എഴുതി കൃത്യമായിട്ട് സ്ട്രക്ചർ ഉണ്ടാക്കി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾക്കറിയാം, അസ്ത്ര ബാച്ച് നിങ്ങൾ കിടിലാക്കി മാറ്റിയിട്ടുണ്ടാവും. അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാതെ സങ്കടപ്പെടുന്ന ഒരുപാട് മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ, അവസാനം പിടിക്കാതെ നേരത്തെ തുടങ്ങിയാൽ നമുക്ക് അടിപൊളിയാക്കാം. 10ാം ക്ലാസ്സിൽ എൻ്റെ മക്കൾക്ക് അവസ്ഥ അറിയാലോ. നമ്മൾ ലാസ്റ്റ് തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും എത്തിയത്. അത് ആദ്യമേ തുടങ്ങിയ കളിച്ചേക്ക് കിടിലാക്കാൻ പറ്റും. 10നെ പോലെ അല്ല +1 എൻ്റെ മക്കൾക്ക് അറിയാം. നമുക്ക് അടിപൊളിയാക്കാം മക്കളെ. ഏറ്റവും അടിപൊളിയായിട്ട് ബാച്ചായിട്ട് അഗ്നിയും നമ്മൾ അതേപോലെ കിങ്സിലും എന്ന് പറഞ്ഞ 2 ബാച്ച് വരുന്നുണ്ട്. ഈ ബാച്ചുകൾ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇപ്പോഴേ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയാക്കാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും അടിപൊളി മെറ്റീരിയൽ, അടിപൊളി സ്ലൈഡുകളും എൻ്റെ മക്കൾ തന്നിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മക്കളെ വേഗത്തിൽ നിന്ന് വിളിച്ചു നോക്കുക. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ഓഫറുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി എൻ്റെ മക്കളെ. സോ മക്കളെ, ആദ്യമേ പഠിച്ചു പോവാം. ഞാൻ പറഞ്ഞ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് എത്താൻ പറ്റും. വലിയ വലിയ സാലറികളൊക്കെ വാങ്ങി വലിയ വലിയ അടിപൊളി മക്കളാവാൻ എൻ്റെ മക്കൾ സാധിക്കട്ടെ. വെൽക്കം ടു അഗ്നി ആൻഡ് കിൻസ് ലേൺ ബാച്ച്. എൻ്റെ മക്കളാ, നമുക്ക് അടിപൊളിയാക്കാം.